വാസയോഗ്യമായൊരു വീടില്ലാത്തവന്റെ ദുഃഖം നമുക്കേവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. കുഞ്ഞുമക്കളെയും കുടുംബത്തെയും മടക്കി പിടിച്ച് ഒറ്റ മുറിക്കുള്ളിൽ കിടന്നുറങ്ങുകയും ഭക്ഷണം പാകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദുരിതപൂർണമായൊരു സാഹചര്യം നാം ഒക്കെ കാണുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിച്ച് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയത്. അത്തരമൊരു സന്ദർഭത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലക്ഷ്യബോധത്തോടുകൂടി ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചത്. ലൈഫ് പദ്ധതിയിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ചത്. അതിനുവേണ്ടിയുള്ള സർവേ പൂർത്തീകരിച്ചത് പ്രകാരം സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് 2.5 ലക്ഷം പേർക്ക് സ്വന്തമായ വീട് നിർമ്മിച്ചു നൽകി. ഒരു വീടിന് 4 ലക്ഷം രൂപ. വൻ വിജയകരമായ ഒരു പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. ചിലപ്പോൾ ഇതിന് അവകാശം പറഞ്ഞ് ചിലർ വരാറുണ്ട്. അത് BJP-ക്കാരാണ്. ഞങ്ങളുടെ PMAY കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇത് എന്ന് അവർ അവകാശവാദം മുഴക്കാറുണ്ട്. അതൊട്ടും ശരിയല്ല. PMAY എന്നൊരു പദ്ധതി ഉണ്ട്. അതിന് അർബൻ മേഖലയിൽ 1,20,000 രൂപ മാത്രമേ നൽകുന്നുള്ളൂ. നഗരപ്രദേശത്തിൽ 1,50,000 രൂപ മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് പാവപ്പെട്ടവന് സ്വന്തമായൊരു വീടുണ്ടാക്കാൻ കഴിയുമോ? ഒരു തറ നിർമ്മാണം നടത്തി കുറച്ച് ചുവരുകൂടി വെച്ച് അവർ നിർത്തി ഒഴിവായി പോകും. പൂർണ്ണമായും പദ്ധതിയെ വിനിയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് PMAY പദ്ധതിയെയും ലൈഫ് പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി ഓരോ ലൈഫ് ഗുണഭോക്താവിനും 4 ലക്ഷം രൂപ നൽകുന്നതാണ് കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതി. എന്ന് പറഞ്ഞാൽ 1,20,000 സ്ഥാനത്ത് 2,80,000 കൂടി കേരള സംസ്ഥാന ഗവൺമെന്റ് നൽകുകയാണ്. അതല്ലാതെ PMAY ഫണ്ട് കൊണ്ടല്ല പൂർണ്ണമായും ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. അവർ പലരും ഈ വാദഗതികൾ ഉയർത്തി വരാറുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് മുമ്പേ ഈ പദ്ധതി ഉണ്ട്. പക്ഷേ അതൊക്കെ ഭാഗികമായി നിർമ്മാണം നടത്തി നിലച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 2.5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. പറയുന്നതെല്ലാം നടപ്പിലാക്കുന്നതാണ് LDF പ്രസ്ഥാനം എന്ന് ജനങ്ങൾക്ക് അറിയാം. ഇനി സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ട്, അവർക്ക് വീടുമില്ല. അവർക്കെവിടെ വീട്? അതിനുവേണ്ടിയാണ് കേരള ഗവൺമെന്റ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് അവിടെ അവരെ താമസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് പാവപ്പെട്ടവരെ അവരുടെ വീടുകളായി അവതരിപ്പിച്ച് വീടുകളായി അവർക്ക് നൽകി അവരെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കോഴിക്കോട് കല്ലുത്താങ്കടവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എത്രയോ വർഷമായി മലീമസമായ പ്രദേശത്ത് താമസിച്ചിരുന്നവരെ മുഴുവൻ മനോഹരമായ ഫ്ലാറ്റിൽ താമസിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ലൈഫ് പദ്ധതിയുടെ ഭാഗമാണ്. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ലൈഫ് സമുച്ചയങ്ങൾ ഉയരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 22 കേന്ദ്രങ്ങളിൽ ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ചിലയിടത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവരോട് എന്തുമാത്രം നീതിയാണ് LDF ഗവൺമെന്റ് കാണിക്കുന്നത്. വീടില്ലാത്തവന്റെ ദുഃഖം നെഞ്ചേറ്റി വാങ്ങുകയാണ് LDF. ആ പാവപ്പെട്ടവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് LDF. അതിനെ അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
എന്നാൽ വസ്തുതാപരമായി ഒരു കാര്യവും വിമർശിക്കുന്നവർക്ക് എവിടെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. പാവങ്ങളുടെ വീട് എന്ന സ്വപ്നത്തെ തകർക്കാൻ ശ്രമിക്കുന്ന UDFന്റെയും BJPയുടെയും അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ശ്രമം അത് ഈ കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല. 2.5 ലക്ഷം പേർക്ക് വീട് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് കൂടി വീട് കിട്ടാൻ പോവുകയാണ്. അപ്പൊ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വന്തമായ വാസയോഗ്യമായ വീട് എന്ന പദ്ധതി ആവിഷ്കരിച്ച് വീടില്ലാത്ത ഒരാളും കേരളത്തിലില്ല എന്ന് ഉറപ്പു നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഖി ദുരന്തത്തിന്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ സർക്കാർ വീട് വെച്ച് നൽകി. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു പദ്ധതിയായി, ഭവന പദ്ധതിയായി ലൈഫ് ഈ കേരളത്തിൽ സാമാന്യ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്ന LDF ഗവൺമെന്റ് ജനപക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്, വർഷങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുക്കണം. എനിക്ക് വീടുണ്ടെങ്കിലും മറ്റുള്ളവന് വീടില്ല, അവന് വീട് ലഭ്യമാകുന്നു. ഇതൊരു നല്ല പ്രവർത്തനമാണ്. ഈ നല്ല പ്രവർത്തനം ചെയ്ത സർക്കാരിനെ കാണാനും, സർക്കാരിന്റെ പ്രവർത്തനത്തെ കാണാനും, അതിന് നേതൃത്വം നൽകിയ LDFനെ കാണാനും നിങ്ങൾ ഏവരും സന്നദ്ധമാകണം. നിങ്ങളുടെ വോട്ടുകളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നൽകി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. ഇനിയും ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനത്തിന് അത് ഊർജം പകരും. അതിന് നിങ്ങൾ തയ്യാറാവണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.